നമസ്കാരം. ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും കേരളത്തിലെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതരുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. മതവിദ്യാഭ്യാസത്തിനും സമസ്തയുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്കും ദീർഘകാലം നേതൃത്വം നൽകിയ അദ്ദേഹം വിട പറയുമ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് നഷ്ടമാകുന്നത് പാണ്ഡിത്യത്തിന്റെയും നേതൃത്വത്തിന്റെയും കരുത്തുറ്റ ശബ്ദത്തെയാണ്. കേരളത്തിലെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയുമായ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. ഇന്ന് വൈകിട്ട് 3 മണിയോടെയായിരുന്നു അന്ത്യം. പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിലെ ക്രാഫ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു സംഭവം. പെരിന്തൽമണ്ണ കുന്നപ്പള്ളിയിലെ ക്രാഫ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. 3 ദിവസം മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 1.5 വർഷത്തോളമായി അസുഖബാധിതനായിരുന്നു. 81 വയസ്സായിരുന്നു. മലപ്പുറം ജില്ലയിലെ ഇരുമ്പുഴി തെക്കുമുറിയിൽ തിരൂർക്കാട് കുഞ്ഞത്ത് മൂസ ഹാജിയുടെയും മാതമ്പി ഇയ്യാത്തുട്ടിയുടെയും മകനായി 1945 ജനനം. 1964 ജാമിയ നൂരിയയിൽ ചേർന്ന അദ്ദേഹം 4 വർഷത്തെ ദർസ് പഠനത്തിനു ശേഷം പണ്ഡിതനായി മതരംഗത്ത് സജീവമായി. കേരളത്തിലെ സുന്നി മുസ്ലിം സമൂഹത്തിന്റെ ആശയപരവും സംഘടനാപരവുമായ മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു ആലിക്കുട്ടി മുസ്ലിയാർ. 2003 മുതൽ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ പ്രിൻസിപ്പലായും 2013 മുതൽ കാസർഗോഡ് ജില്ലാ ഖാസിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ നിര്യാണത്തെ തുടർന്ന് 2016 ഫെബ്രുവരി 27 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീട് സമസ്തയുടെ മതവിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകി. ജാമിയ നൂരിയ അറബിയയുടെ പ്രിൻസിപ്പൽ, തിരൂർക്കാട് അൻവാറുൽ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ കോംപ്ലക്സിന്റെ വൈസ് പ്രസിഡന്റ്, പൊന്നാനി മൗനത്തുൽ ഇസ്ലാം അറബിക് കോളേജിന്റെ പ്രസിഡന്റ്, വടകര ഹുജ്ജത്തുൽ ഇസ്ലാം ഇസ്ലാമിക് കോംപ്ലക്സിന്റെ മുഖ്യ ഭാരവാഹി, അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ ദേശീയ സമിതി അംഗം, കാസർഗോഡ് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഖാസി തുടങ്ങി നിരവധി സുപ്രധാന ചുമതലകളും അദ്ദേഹം വഹിച്ചിരുന്നു. മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്കും പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്നതിനും സമസ്തയുടെ ആശയപ്രചാരണത്തിനും നൽകിയ സംഭാവനകളാണ് അദ്ദേഹത്തെ കേരളത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതരിൽ ഒരാളാക്കി മാറ്റിയത്. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. വ്യക്തിപരമായി കുറെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ മഹലിലാണ് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് അദ്ദേഹത്തിന്റെ അനുഗ്രഹമായിക്കൊണ്ടാണ്. ആദ്യം ചെന്ന് കണ്ട വ്യക്തി ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദായിരുന്നു. അവിടെ നിന്ന് അനുഗ്രഹമായും കൊണ്ടാണ് ഇങ്ങനെ ഒരു ജനപ്രതിനിധി എന്നൊരു യാത്രക്ക് തന്നെ ഞാൻ തുടക്കം കുറിക്കുന്നത്. അങ്ങനെ ഒരുപാട് വ്യക്തിപരമായ അനുഭവങ്ങൾ. എൻ്റെ വോട്ടറായിരുന്നു എന്ന് പറയാം. ആദ്യം ഞാൻ മത്സരിച്ച ഡിവിഷനിലെ ഒരു വോട്ടറായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം ആവോളം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് മനുഷ്യരിലേക്ക് ഇതുപോലെ അനുഗ്രഹവുമായി അല്ലെങ്കിൽ ആശ്വാസമായി കൊണ്ടൊരു വലിയ നേതൃത്വമായി കടന്നു എന്ന ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നത്. തീർച്ചയായും അത് നികത്താനാവാത്തൊരു നഷ്ടം തന്നെയാണ്. എല്ലാ ആളുകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും ഒരു ട്രൂ ലീഡർഷിപ്പ് എന്ന രൂപത്തിൽ തന്നെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് മറ്റൊരു അഭിപ്രായ ഭിന്നതകൾക്കും അവസരമില്ലാതെ ഒരു സമുദായത്തെ മുഴുവൻ, ഒരു കാലഘട്ടം മുഴുവൻ അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം എന്നൊക്കെ പറയുന്നത് തീർച്ചയായും നികത്താൻ സാധിക്കാത്തൊരു വിടവ് തന്നെയായിരിക്കും. നാളെ രാവിലെ 10 മണിക്ക് തിരൂർക്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും. ചാനൽ 10 പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയുടെ ഫാഷൻ വിസ്മയം ഇനി പുതിയ വലിയ മാറ്റങ്ങളോടെ ജൂലൈ 25 ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് അറ്റ്ലസ് ഫാഷന്റെ നവീകരിച്ച ഷോറൂം നാടിന്റെ പ്രിയങ്കരനായ MLA ശ്രീ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്യുന്നു. കൂടെ പെരിന്തൽമണ്ണയുടെ ഫാഷൻ വിസ്മയം നേരിട്ട് അനുഭവിച്ചറിയാൻ പ്രശസ്ത സിനിമാ താരങ്ങൾ മാളവിക മേനോൻ, അതിഥി രവി എന്നിവരും ഈ ആഘോഷവേളയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അറ്റ്ലസ് ഫാഷൻ, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, പാലക്കാട് റോഡ്, പെരിന്തൽമണ്ണ.